എന്ത് രസമായിട്ടാണല്ലോ ഈ രജനീഷ് ഓരോ ഇന്റർവ്യൂയും ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടെത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയായിരുന്നു, നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ ആട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. രജനീഷിനും ഹേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കിതൊരു ഞെട്ടലായിരുന്നു. നമ്മൾ എന്താ പറയാ, ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ് രജനീഷിന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചേക്കുന്നത്. പുതിയതായിട്ട് ഒരാൾ വന്ന് നോർമൽ ഇന്റർവ്യൂസിന്റെ പാറ്റിൽ നിന്നൊക്കെ മാറി കുറച്ച് സാഹിത്യമൊക്കെ ഇട്ട് സാഹിത്യ ഭാഷയിലൊക്കെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ആളുകൾക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നതും ഇപ്പൊ ഇങ്ങനെ ഏറെ കയറ്റി പറത്തുന്നതും ഒക്കെ. മറ്റ് ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ മുമ്പിലിരിക്കുന്ന ഗസ്റ്റിന്റെ സ്വകാര്യ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ കുത്തിക്കുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങളും മാനസിക രോഗത്തിന് അടിമപ്പെട്ടതുപോലെയുള്ള ഒരു ചോദ്യങ്ങളും ഇന്നുവരെയും രജനീഷ് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരു ഇന്റർവ്യൂവിലും. എനിക്കെപ്പോഴും എന്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നെ പോലെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും രജനീഷിന്റെ ഒരു സഹപ്രവർത്തകരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും മികച്ച നിലവാരമാണ് പുള്ളിക്കാരന്റെ ഓരോ ഇന്റർവ്യൂസിലും പുലർത്തുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി, എന്റെ മുഖഭാവം, ഇതൊക്കെ വേറെയല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ എന്റെ അടുത്ത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോ ശരിക്കും നമ്മളൊക്കെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരല്ലേ. ഒരിക്കലും നമുക്ക് വേറൊരാളെ പോലെ ആകാൻ ഒരിക്കലും സാധിക്കില്ല. അതുപോലെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ഓരോ ആൾക്കാരും, അവരും വ്യത്യസ്തരല്ലേ. രജനീഷിന്റെ കാര്യം എടുക്കുമ്പോൾ പുള്ളിക്കാരന്റെ മുഖത്ത് മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടി ഈ ഭാവങ്ങൾ വിടരുകയും അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഈ മതിമറന്നിരിക്കുക എന്നൊക്കെ പറയില്ല, അതിൽ മുഴുകി മതിമറന്നിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ശരിക്കും രജനീഷിന്റെ ഓരോ ഇന്റർവ്യൂസിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും അതിൽ മുഴുകി തന്റെ മുമ്പിലിരിക്കുന്ന ഗസ്റ്റ് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയും ക്യൂരിയോസിറ്റി ഇട്ട് പുള്ളിക്കാരൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക്, നമ്മളോട് വർത്തമാനം പറയുന്ന ഒരാൾക്ക്, അത് ഗസ്റ്റ് ആരും ആവട്ടെ, നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് അല്ലേ അത്. ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട.